ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ എപ്പോഴും അച്ഛനും അമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വിനോദയാത്രയായി, പൂ വന്നു. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി, പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ. അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കാൻ എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണ്. കഥയുടെയും കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് എനിക്ക് ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ, അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു, പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലാമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അതും ചേച്ചിയെ പോലെ ഒരു സീനിയർ. ചേച്ചി അത്രയും ജനറസ് ആണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.